സ്കൂളിൽ ടർഫ് നിർമ്മിച്ചു നൽകും. പ്രവേശനോത്സവത്തിൽ GMUP സ്കൂളിന് നഗരസഭയുടെ ഇരട്ടി മധുരം. മണ്ണാർക്കാട് മുനിസിപ്പൽ തല പ്രവേശനോത്സവം GMUP സ്കൂളിൽ നടന്നു. പുത്തൻ യൂണിഫോം ധരിച്ച് സ്കൂളിലെത്തിയ കുട്ടികളെ കാത്ത് ഇത്തവണ മഴയെത്തിയില്ല എന്ന പ്രത്യേകത കൂടിയുണ്ട്. വേനൽക്കാലത്തെ അവധി ആഘോഷങ്ങൾ കഴിഞ്ഞ് കുട്ടികൾ സ്കൂളിലേക്ക് എത്തി. ഉയർന്ന ക്ലാസ്സിലേക്ക് മാറിയതിന്റെ ആകാംക്ഷയിലാണ് പല കുട്ടികളും. അവരുടെ കൈപിടിച്ച് കൊച്ചു സഹോദരങ്ങളും ആദ്യമായി സ്കൂൾ വരാന്തകളിൽ കാലെടുത്തു വച്ചു. നവാഗതരെ കാത്ത് മണ്ണാർക്കാട് GMUP സ്കൂളിൽ വിപുലമായ ആഘോഷങ്ങളാണ് സംഘടിപ്പിച്ചത്. സ്കൂൾ അധികൃതർ നവാഗതരെ വരവേറ്റു. കുട്ടികളെ കൈകൊടുത്ത് സ്വീകരിക്കാൻ കാത്തുനിന്നു. കുട്ടികളിൽ വായനാശീലം വളർത്താൻ ഗ്രന്ഥശാലകളും ബുദ്ധിവികാസത്തിന് ഗെയിമുകളുമെല്ലാം GMUP സ്കൂളിൽ സജ്ജമാക്കി. മാത്രമല്ല അക്ഷര പൂമഴയും ഒരുക്കി. പ്രവേശനോത്സവം നഗരസഭാ ചെയർമാൻ C. മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു. കളിക്കാൻ ടർഫും നഗരസഭ വാഗ്ദാനം നൽകി. ഭൗതിക സൗകര്യങ്ങൾ കുറവാണ്, പരിമിതമായ സ്ഥലമാണുള്ളത്. നമ്മുടെ പൂർവികർ നമുക്ക് സമ്മാനിച്ചതാണ്. പക്ഷെ ഇവിടെ ഉള്ള ആ സ്ഥലം വെച്ചുകൊണ്ട് പരമാവധി സൗകര്യങ്ങൾ ഒരുക്കാൻ നഗരസഭ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ആവശ്യപ്പെട്ടത് നമ്മുടെ അപ്പുറത്തെ കെട്ടിടത്തിലുള്ള ചെറിയ ഗ്രൗണ്ടിൽ ഒരു ചെറിയ ടർഫാണ്. തീർച്ചയായിട്ടും മണ്ണാർക്കാട് നഗരസഭ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യും എന്നുകൂടി ഈ പ്രവേശനോത്സവത്തിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. നമ്മുടെ നവാഗതരായ പുതിയ വിദ്യാർത്ഥികളെയും അധ്യയന വർഷം നമ്മുടെ സ്കൂളിന്റെ ഓരോ ഭാഗവും വൃത്തിയോടെ മോടി പിടിപ്പിച്ച് ശുചിത്വം കാത്തുസൂക്ഷിക്കണമെന്ന് നഗരസഭാ ചെയർമാൻ സന്ദേശം നൽകി. ഒരു 5-8 വർഷങ്ങളായി ഇവിടെ SSLC പരീക്ഷ എഴുതുന്ന വിദ്യാലയങ്ങളിലെ മുഴുവൻ വിദ്യാർത്ഥികളും 100% വിജയം കൈവരിച്ചു എന്നുള്ളത് തന്നെ വിദ്യാഭ്യാസ രംഗത്ത് നമുക്ക് വന്ന സമൂലമായ മാറ്റത്തിന്റെ മകുടോദാഹരണങ്ങളാണ്. എന്തായാലും പക്ഷേ അതിലൊക്കെ പറയാനുള്ളത് ഒരു SSLC കഴിഞ്ഞാൽ നമ്മുടെ +1 നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അവരാഗ്രഹിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ കിട്ടുക എന്നുള്ളത് രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ആശങ്കയാണ്. നമ്മുടെ ഈ മലബാർ മേഖലയിൽ +1 ഉള്ള സീറ്റിന്റെ കുറവ് പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മുടെ MLAയും അതുപോലെ തന്നെ മറ്റുള്ള ആളുകളുമൊക്കെ. ഉച്ചവരെയായിരുന്നു 1ാം ക്ലാസ്സുകാർക്ക് പ്രവൃത്തി സമയം. കഥ പറഞ്ഞും കവിത ചൊല്ലിയും കളിച്ചും രസിച്ചും ഇനി പഠനം തുടരും. എന്നാൽ ഇത്തവണ 1ന്റെ കുറവുണ്ടായിരുന്നു എന്ന് രക്ഷിതാക്കൾ പറയുന്നു. കോരിച്ചൊരിയുന്ന മഴയിൽ പുത്തൻ യൂണിഫോം ധരിച്ചു വന്നിരുന്ന കാലം വേറെ വൈബായിരുന്നുവെന്നും രക്ഷിതാക്കൾ പറഞ്ഞു. പിന്നെ നന്നായിട്ട് മഴ പെയ്യുന്ന ഒരു സമയമായിരുന്നു. അതുമല്ല ഇപ്പൊ അടുത്ത് വരെ ഞാൻ എന്റെ മക്കളൊക്കെ സ്കൂളിൽ കൊണ്ടുവരുന്ന സമയത്തൊക്കെ മഴയായിരുന്നു.
ഇന്ന് മഴല്ല, ശരിക്കും സ്കൂൾ തുറക്കലും മഴയും നല്ലൊരു ബന്ധമുണ്ട്. പുതിയ യൂണിഫോം ഒക്കെ യൂണിഫോം ഒക്കെ ഇട്ട് നമ്മളിങ്ങനെ വരുമ്പോ അതൊരു വൈകാരികത കൂടിയാണ്, മറ്റുള്ള വശങ്ങളല്ല, അത് വലിയൊരു വൈബും കൂടിയാണ്. അത് ഇന്ന് നമുക്ക് അത് കാണുന്നില്ല. എന്തായാലും അത് ചിലപ്പോൾ നല്ലൊരു ഭാഗമായിരിക്കും. എന്തായാലും മഴ നമ്മളെ ഒരു പ്രത്യേകമായൊരു വൈബാണ്, അതിന്ന് നമുക്ക് കിട്ടിയിട്ടില്ല. വാർഡ് കൗൺസിലർ പുഷ്പൻ അക്ഷരദീപം കൊളുത്തി. PTA പ്രസിഡന്റ് ഷമീർ നമ്പിയത്ത് അധ്യക്ഷനായി. HM.C. നാരായണൻ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹംസ കുരുവണ്ണ തുടങ്ങി വാർഡ് കൗൺസിലർമാർ, PTA അംഗങ്ങൾ, രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു. CCN മണ്ണാർക്കാട്.